ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവൻ ഹെൽത്തി ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഞാനിന്നൊരു വെറൈറ്റി കണ്ടന്റോട്ടാണ് വന്നിരിക്കുന്നത്. വെറൈറ്റി ആണെന്ന് വിശ്വസിക്കാം, കാരണം ആരും ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളിത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടേക്കണം. ഗായ്സ്, ഞാനൊക്കെ ഒരു ദിവസം എന്തുമാത്രം ബാഡ് കലോറീസ് ആണെന്ന് അറിയാം ഫുഡ് കഴിച്ച് അതോട്ട് കയറ്റുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചായ, പപ്സ്, എണ്ണക്കടികൾ അങ്ങനെ ഒരുപാട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇത് ഫുള്ള് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ് കൊണ്ടുപോകും ഒരു ദിവസത്തേക്ക്, അതാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, എനിക്കിപ്പോൾ കഴിക്കണമെന്നുണ്ട്, പക്ഷേ ഇന്ന് വാവാണ്. അപ്പം കുളിക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ ഇതാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പരിപാടി തുടങ്ങാം. സാധാരണ നമ്മൾ ഇത്ര ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. 1, 2, 5 ഇഡ്ഡലിയാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് കിട്ടുന്ന സാമ്പാർ. ഇത് ഒരുപാട് കാലറീസ് ആണ്. സാമ്പാറിനകത്താണ് ഒരുപാട് ഓയിലുണ്ട്. ഇത് ബാഡ് കളർ. അപ്പോൾ നമ്മളിത് കുറച്ചാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇഡ്ഡലിയും 4 മുട്ട പുഴുങ്ങിയത് പിന്നെ ഓയിൽ ചേർക്കാത്ത കുറച്ച് സാമ്പാറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഹെൽത്തി ഡയറ്റിൻ്റെ ഫുഡ്. നമുക്ക് കഴിക്കാം. നമ്മൾ 4 ബോളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഒരു എഗ്ഗിനകത്ത് നമുക്ക് 6 ഗ്രാം പ്രോട്ടീൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 26 ഗ്രാം പ്രോട്ടീനാണ് ഈ മുട്ടയ്ക്കകത്ത് കിട്ടുന്നത്. ഗുഡ് ഫോർ ഹെൽത്ത്. നന്നായിട്ടിരിക്കും, നല്ലത് കഴിക്കും, നന്നായിട്ടിരിക്കും. മുട്ടയൊക്കെ നമുക്ക് സിമ്പിളാണ്. ചിലർക്ക് ഡൗട്ടാണ് ഈ മുട്ട ഫുള്ള് കരു കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടോ എന്നൊക്കെ. കരു കഴിക്കുമ്പോൾ കുഴപ്പമില്ലെന്നാണ് ഞാൻ നോക്കിയാനൊക്കെ കണ്ടത്. ChatGPT ചെയ്ത് നോക്കിയാനൊക്കെ കണ്ടത്. പിന്നെ നമ്മളതനുസരിച്ച് കഴിക്കുമ്പോൾ ഈ ഡയറ്റ് എടുക്കുന്ന ഈ മുട്ട കഴിക്കുമ്പോൾ അതനുസരിച്ച് വേറെ ഫാറ്റുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും കുഴപ്പമില്ല. എനിക്ക് അറിയില്ല അതിനെപ്പറ്റി എന്ന് തോന്നുന്നു. മുട്ട കുഴപ്പമില്ല കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അത് വീട്ടിൽ പിള്ളേർ കഴിഞ്ഞ് അലപ്പ് സൗണ്ട് ഞാൻ അതുകൂടെ കിട്ടുമെന്ന് തോന്നുന്നു. നമ്മുടെ ഫൈനൽ എഗ്, നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലാസ്റ്റ് എഗ്ഗാണ് ഇത്. ഒറ്റമായി കയറുമെന്ന് അറിയാം. ഒറ്റമായി കയറില്ല, കിടക്കണ്ട. കുഴപ്പമില്ല. ഞാൻ ഈ 4 കഴിക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഡെയിലി കഴിക്കുമ്പോൾ പ്രശ്നമായിരിക്കും തോന്നുന്നു. മീൻസ് ബോഡിക്കല്ല, നമുക്ക് കഴിക്കുമ്പോൾ തിരിച്ചു വരുമോയെന്ന് ഡൗട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ഫുഡായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഇവിടെ നല്ല മഴയുണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല കാറ്റ് കൊണ്ട് നല്ല മഴയുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ചോറാണ്. ഇതിനൊരു ബീട്രൂട്ട് തോരൻ, പിന്നെ തീയൽ, പച്ചടി. ഇതൊന്നും ഓയിൽ തന്നെ കേട്ടോ. നമ്മൾ ഓയിൽ ചേർക്കാതെ മാറ്റിയതാണ് കേട്ടോ. ഇത് നമ്മളൊരു 140 ഗ്രാം ചിക്കൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് പരിപ്പാണ് കേട്ടോ. പരിപ്പിനകത്ത് നമ്മൾ ഓയിൽ ചേർത്തിട്ടില്ല. ഓയിൽ ചേർക്കാതെ ഉണ്ടല്ലോ. നമ്മുടെ ഈ ഏരിയൊന്നും ആരും ഇങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ വഴികളെ കൊണ്ട് എന്നെ നോക്കിക്കൊണ്ടു. ഇവരെന്ത് കാണിക്കുന്നതൊക്കെ വിചാരിക്കും. അതാണ് ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം ആൾക്കാർ വരുമ്പോൾ. ഈ 140 ഗ്രാം ചിക്കനകത്ത് നമുക്ക് ഇരിക്കുമ്പോൾ ഏകദേശം 45 ഗ്രാം പ്രോട്ടീനാണ്. 40 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. നമുക്ക് വയറ് അറിയാം. ജിമ്മിൽ പോകുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ. അങ്ങനെയിപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ടുണ്ട്. അതൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ് എന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ കഴിച്ചാൽ മതി എന്നുള്ള കാര്യമല്ല. എനിക്കാരും പറയാനല്ല. അപ്പം പിന്നെ നമുക്ക് വൈകിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പം സമയം രാത്രി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് രാത്രിയിലത്തോടുള്ള ഫുഡ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ രാത്രി കഴിക്കാൻ എടുത്തിരിക്കുന്നത് 2 ചപ്പാത്തിയും പിന്നെ മുട്ടയുമാണ്. അപ്പോൾ മുട്ട രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുട്ടയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. 2 ചപ്പാത്തി. വെളിയിലാണ് നല്ല മഴയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെട്ടവും ഇല്ല. അതുകൊണ്ട് തന്നെ റൂമിൽ ഇരിക്കുന്നത്. ഇതും ക്വാളിറ്റി പ്രശ്നമുണ്ട് കേട്ടോ, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് കഴിക്കാം. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട നമ്മൾ പുഴുങ്ങി അതുപോലെ തന്നെ ചെയ്തു. പിന്നെ ഒരു മുട്ട നമ്മൾ എന്താ പറയുക, ഒരു തോരൻ പോലെ ആക്കി. ഓളം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓയിലും ചേർത്തില്ല. ഓയിൽ ചേർക്കാതെ നമ്മൾ ഇതും ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ന ദിവസം കഴിച്ച ഒരു ഫുഡിനെ നമ്മൾ ഓയിൽ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ഷുഗറൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഹെൽത്തി ഡയറ്റ് ഇന്നത്തെ തയ്യാറായിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ്. മുട്ട ഉണ്ട്. ഇവിടെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ഹെൽത്തി ഡയറ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓയിൽ, ഷുഗർ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് പ്രോട്ടീൻ ബേസ്ഡ് ഫുഡ് മാത്രമാണ് നമ്മൾ ഇന്ന് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമുക്ക് മുട്ടയ്ക്ക് നമ്മൾ 6 എണ്ണമാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു മുട്ടയ്ക്കകത്ത് 6 ഗ്രാം പ്രോട്ടീൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 36 ഗ്രാം പ്രോട്ടീൻ മുട്ടയ്ക്കകത്തുനിന്ന് മാത്രം. പിന്നെ നമുക്ക് ചിക്കനകത്തു നിന്ന് ഒരു 42 ഗ്രാം പ്രോട്ടീൻ,
അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പം അവിടെ കാണിക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ രീതിയിൽ കാണിക്കാൻ സെറ്റ് ചെയ്ത് ചിലപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ചർച്ച കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പം എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പ്രൂവ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ലാഗ് അടിപ്പിക്കാതെ കൊണ്ടുപോയി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ലാഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ശരിയാക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.